ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മിറാക്കിൾ ഗാർഡൻ കണ്ടാലോ? ഫ്ലവേഴ്സ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവോ? ഇല്ല അല്ലേ? എങ്കിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 100 മില്യണിലധികം ഫ്ലവേഴ്സും 250 മില്യണിലധികം പ്ലാന്റ്സും ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനായ ദുബായ് മിറാക്കിൾ ഗാർഡനിലേക്കാണ് കേട്ടോ. 72,000 സ്ക്വയർ മീറ്റേഴ്സ്, അതായത് ഏകദേശം 17 ഏക്കറിലാണ് കേട്ടോ മിറാക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മിറാക്കിൾ ഗാർഡൻ ലോഞ്ച് ചെയ്തത് 2013 ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേക്കാണ് കേട്ടോ. ഇത് വേറൊരു ഗാർഡൻ അല്ല, ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും കാസിൽസിന്റെയും ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫ്ലോറൽ സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദുബായ് പോലെ മരുഭൂമിയായിട്ട് കിടന്ന ഒരു സ്ഥലത്താണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. മരുഭൂമിയിലെ ഒരു മാജിക് എന്ന് തന്നെ പറയാട്ടോ. അറബിക്കഥകളിലെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കും അതിനകത്തുനിന്ന് വന്ന ഭൂതവും എല്ലാം ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ കാസിലാണ് കേട്ടോ ഇത്. ഗാർഡൻ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ അലൗഡ് അല്ല കേട്ടോ. അതിനകത്ത് തന്നെ കുട്ടി റെസ്റ്റോറൻറ്റ്സും ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉണ്ട്. ഈ ഹാർട്ട് ഷേപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഒരു ടർക്കിഷ് ഐസ്ക്രീമിന്റെ സ്റ്റോളാണ് കേട്ടോ. അവിടുന്ന് ഐസ്ക്രീം വാങ്ങാൻ പോയ ബാദു ലാസ്റ്റ് കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു വന്നത്. അവൻ കരഞ്ഞിട്ടും പുള്ളി വിട്ടുകൊടുത്തില്ല കേട്ടോ. പുള്ളി വീണ്ടും അവനെ ഇട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ഐശുവിനും വാങ്ങിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒരുപാട് നടക്കാനുണ്ടല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകുതി നടന്ന് വീണ്ടും തിരിച്ചു തന്നെ വരിക ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോൾ ചെന്നാലും അവിടെ ഇത് ക്ലീൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇത് നനയ്ക്കാനായിട്ടോ ആരും കാണാൻ പറ്റില്ല. ഒരു ദിവസം 7 ലക്ഷത്തിലധികം ലിറ്റേഴ്സ് വെള്ളം കൊണ്ടാണ് കേട്ടോ അവർ ഈ ഗാർഡൻ നനയ്ക്കുന്നത്. പിന്നെ മിറാക്കിൾ ഗാർഡൻ ചില്ലറക്കാരനല്ല കേട്ടോ, സ്വന്തമായിട്ട് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. വിസിറ്റേഴ്സിന് ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റിന് ചാർജ് വരുന്നത് 100 ദിറംസ് ആണ് കേട്ടോ. എമിറേറ്റ്സ് ഐഡി ഉള്ളവർക്കാണെങ്കിൽ 60 ദിറംസും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഒരു വർഷം ഏകദേശം 1.5 മില്യൺ ആൾക്കാരാണ് മിറാക്കിൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്.
നേരത്തെ പറഞ്ഞ ഗിന്നസ് റെക്കോർഡിൽ ഒരെണ്ണം ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിനുള്ളതാണ് കേട്ടോ. 5 ലക്ഷം ഫ്ലവേഴ്സ് കൊണ്ടാണ് ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഇടയിൽ സൺഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് കേട്ടോ മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയിട്ടുള്ളത്. മെയ് മാസം മുതൽ ഇവിടെ ചൂട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ മെയ് ടു സെപ്റ്റംബർ മിറാക്കിൾ ഗാർഡൻ ക്ലോസ് ആയിരിക്കും. ഈ ഗാർഡന്റെ നടുക്കായിട്ട് കുറെ അമ്പർല വെച്ചൊരു ടെന്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ കുറെ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ ഇത്. നമ്മൾ ഈ മുത്ത് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ വെള്ളമാണ് അവിടെ ഉള്ളത്. ആ ലേക്കിലേക്ക് ഫേസ് ചെയ്തിരിക്കാനായിട്ടുള്ള തരത്തില് ഒത്തിരി ഷെഡുകളും പിന്നെ സീറ്റിംഗ് ഏരിയകളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലേക്കിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ മിറാക്കിൾ ഗാർഡൻ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.